ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണല്ലോ അല്ലേ? യാത്രയൊക്കെ അതിന്റെ സ്വരത്തിന് ഒരു ചെറിയ ബുദ്ധിമുട്ട്, വേറെ കുഴപ്പങ്ങളില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സുഖമാണല്ലോ അല്ലേ? കുഞ്ഞുങ്ങളെ, നിങ്ങളോടാണ് ചോദിക്കുന്നത്, സുഖമാണല്ലോ അല്ലേ? ഇന്നെന്താ ഒരു സാക്ഷ്യം വായിച്ചിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ബിനോയിച്ചിന്, എൻ്റെ പേര് ഷിഫിന എന്നാണ്. ഞാൻ തോപ്പുംപടി ഭാഗത്താണ് എൻ്റെ വീട്. ഞാൻ അച്ഛൻ്റെ ഒരു ഫുൾ കുടുംബാംഗമാണ്. എനിക്ക് കിട്ടിയ 2 അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിത് എഴുതുന്നത്. എൻ്റെ മകൻ ചെറുപ്പം മുതലേ ഭക്ഷണം കഴിക്കാൻ വളരെ മോശമായിരുന്നു. കഴിക്കുന്നത് ഛർദ്ദിച്ചും അല്ലെങ്കിൽ അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകും, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൽ പിടിക്കാത്തതിനാൽ വളരെ മെലിഞ്ഞും ആരോഗ്യം കുറവായിരുന്നു. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ട് ഒരു ഫലവും ഇല്ലായിരുന്നു. അച്ഛൻ്റെ 5 മിനിറ്റ് ടോക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ്റെ ഈ വയലിൽ നിന്ന് പോകുന്നതൊക്കെ നോർമലായി. അങ്ങനെ ഛർദിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ്റെ ഒരുപാട് കർത്താവ് അനുഗ്രഹിച്ചു. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിൻ്റെ സാക്ഷി നിങ്ങൾ കേട്ടായിരുന്നല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞ് കുട്ടികളെ കർത്താവ് പ്രത്യേകം ബ്ലെസ് ചെയ്യല്ലേ. അടുത്ത സാക്ഷി എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുന്നത്. എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ചുമ വരുമ്പോൾ ചുമയ്ക്കാൻ തുടങ്ങി, അപ്പം ബോധം കെട്ട് വീഴും. ഞങ്ങൾ ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ അങ്ങനെ ചില എക്സെപ്ഷണൽ കേസ് കണ്ടിട്ടുണ്ട്. ചുമയ്ക്കാൻ തുടങ്ങി അപ്പോൾ ബോധം കെട്ട് വരുന്നത്. പണ്ട് കാരണം പ്രാർത്ഥന ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാവരും വളരെ വിഷമിച്ചിരുന്നൊരു സമയമാണ്. ഡോക്ടർമാർ പല മരുന്നുകൾ മാറി മാറി കൊടുത്തുകൊണ്ടിരുന്നു. ബിനോച്ചൻ 5 മിനിറ്റ് ടോക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്താൻ നേർച്ച നേർന്ന് അതിന്റെ ഫലമായി ആ ചേട്ടൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ നാളുകളായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു. വലിയ കർത്താവ് അനുഗ്രഹിച്ചു. അച്ഛനോട് ദൈവം ചേർന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി, ദൈവത്തിന് നന്ദി. അതാണ് കേട്ടോ. അത് നമ്മൾ വെറും ഒരു മീഡിയം, ഒരു ഉപകരണം. എല്ലാം ദൈവം ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് എല്ലാത്തിനും നന്ദിയും മഹത്വവും പുകഴ്ചയും ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. എന്തായാലും ഈ 2 മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്കത് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളിൽ നിന്ന് നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് 119 സങ്കീർത്തനത്തിൽ 67 തിരുവചനമാണ്. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: വഴി തെറ്റാതിരിക്കാൻ ഇത് കുറച്ച് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഉദാഹരണമായി നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാലും ചിലപ്പോൾ അല്ലേ വഴിയൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോയി എന്നൊക്കെ വരാം. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് ഇന്ന റൈറ്റ് എടുക്കണം, പിന്നെ ലെഫ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ വിടും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിന് വഴി തെറ്റാതിരിക്കാൻ ചില പ്രത്യേക സംഗതികളുണ്ടെങ്കിൽ ചില നല്ലതാണെന്ന് പറയാം. ഈ 119 സങ്കീർത്തനം 67 തിരുവചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഷ്ടതയിൽ പെടുന്നതിന് മുൻപ് ഞാൻ വഴി തെറ്റിപ്പോയി, എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ നിയമം പാലിക്കുന്നു. സങ്കീർത്തനത്തിന്റെ മനോഹരമായ വചനം. ഇതിന് സമാനമായ വചനങ്ങൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ? ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ചട്ടങ്ങൾ അഭ്യസിച്ചു എന്ന വചനം നിങ്ങൾക്ക് അറിയാം. ഇവിടെ സങ്കീർത്തനം പറയുകയാണ്, കഷ്ടതയിൽ പെടുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് വഴിതെറ്റിപ്പോയി, എന്നാൽ ഇപ്പം ഞാൻ നല്ല ക്ലിയർ ആയിരുന്നു. അതിൻ്റെ അർത്ഥം തന്നെ കുറച്ച് കഷ്ടതയിലൊക്കെ ചെന്ന് പെട്ടു. അപ്പോൾ വഴിയൊക്കെ നല്ല ക്ലിയറായി. അപ്പോൾ വചനം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വഴി തെറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വചനം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ്. അതാണല്ലോ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നല്ല ഈശോ പറഞ്ഞത്. ഈശോ എന്ന് പറഞ്ഞാൽ വചനമാണ്. വചനം എന്ന് പറഞ്ഞാൽ ഈശോയാണ്. വചനം മാംസം ധരിച്ചാണ് ഈശോ, നമുക്കറിയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ തലക്കെട്ട് ഇങ്ങനെ കൊടുത്തത്, ഈ വഴി തെറ്റാതിരിക്കുന്നത് കുറച്ച് നല്ലതാണ്. അപ്പോൾ കുറച്ച് സഹനങ്ങളും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും തെറ്റിദ്ധാരണകളും രോഗങ്ങളും ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറച്ച് നന്മ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ വചനങ്ങളൊക്കെ പാലിക്കാൻ വഴി തെറ്റാതെ നമ്മൾ ഉപകാരപ്പെടും. എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കേണ്ട എന്നുള്ളതോ അത്ഭുതങ്ങൾ വേണ്ട എന്നുള്ളതോ രോഗശാന്തി വേണ്ട എന്നുള്ളതൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് ഈശോതാരട്ടെ അതെല്ലാം നമുക്ക് വേണം. ഇപ്പോൾ ധാരാളം ഇപ്പം തന്നെ വായിച്ച സാക്ഷ്യം കേട്ടില്ല അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു കഷ്ടതപ്പെട്ടതുപോലെയല്ലേ? പക്ഷെ അവർ വചനം കേട്ടു, കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ചും അവർ കുറച്ചുകൂടെ വചനത്തിലേക്കും കൃപയിലേക്കും വന്നു. നല്ലതല്ലേ ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ? അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഡോക്ടർ പറഞ്ഞു, എല്ലാ കഷ്ടതയും ഒരുമിച്ച് അങ്ങ് നീളും. പത്രോസിൻ്റെ ഉദാഹരണം പറഞ്ഞില്ല, വാൾ അതിൻ്റെ പുറയിലിടുക. ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലെന്ന് ഈശോ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ. അപ്പം അതുകൊണ്ട് ശരിക്കും നമ്മൾ വഴിതെറ്റി പോകാതിരിക്കുക. ശരിക്കും നമ്മൾ ഒരു കഷ്ടതയില്ല, ഒരു ഞെരുക്കോ ഇല്ല, എല്ലാം ഓക്കെ, ഫുൾ ഫിറ്റ് എന്ന് പറഞ്ഞ പോലെ സമാധാനത്തേരും മാത്രം സാമ്പത്തികം, ഫിനാൻസ്. അപ്പോൾ ചിലപ്പോൾ പല മേഖലകളിൽ പാപത്തിൻ്റെ വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. സംഗീതം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കർത്താവ് എനിക്ക് അന്നു വേണ്ട ആഹാരമേ തരാവുള്ളൂ. കർത്താവ് സമൃദ്ധി തന്ന് അല്ലെങ്കിൽ ദാരിദ്ര്യം രണ്ടും തന്ന് നമ്മൾ വഴിതെറ്റി പോകരുത്. നമ്മൾ നോർമൽ രീതിയിൽ പോകണമെന്നാണ്. ശിവർ അന്നു വേണ്ടി ആഹാരം തരണമെന്നുള്ള പ്രാർത്ഥനയൊക്കെ അതാണല്ലോ. ഭൗതിക ആഹാരമുണ്ട്, വചനത്തിൻ്റെ ആഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിവേ, ഇതെല്ലാം നമുക്ക് ഒരു ആത്മശോധനയ്ക്ക് നല്ലതായിട്ട് ഭവിക്കും. കുഞ്ഞുങ്ങളെ ഓടി വാ, വേഗം പ്രാർത്ഥന. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ പ്രാർത്ഥനയാണ് കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ സാക്ഷ്യത്തിൽ കേട്ടതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് നന്നായിട്ട് സ്തുതിച്ചാലോ? സ്തുതിക്കാം.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്ന സ്തുതിക്കുന്ന നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഒരൊറ്റ ഗണമ ഒറ്റ കൂട്ടായ്മയായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്നായി സ്തുതിച്ചോ. ഈശോയെ ആരാധന 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 ആരാധന. കർത്താവ് ആവശ്യക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് രൂപാന്തരം പ്രാപിക്കുന്ന കർത്താവാണ് അവിടെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്. എൻ്റെ ദൈവമേ, ഇപ്പോൾ മനസ്സറിഞ്ഞ് ഞാൻ ഇവരെ ആശീർവദിക്കുമ്പോൾ കർത്താവെ, ഇപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല, ശരീരത്തിൽ ഭക്ഷണം പിടിക്കുന്നില്ല, പെട്ടെന്ന് ഛർദ്ദിച്ചു പോകുന്നു, അല്ലെങ്കിൽ കർത്താവെ ജോലി കാര്യങ്ങൾ നോർമലായ അങ്ങനത്തെ ക്ലേശം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളും മുതിർന്നവരുണ്ടെങ്കിൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ, ഇന്ന് പ്രാർത്ഥിച്ച എല്ലാ മധ്യസ്ഥ പ്രാർത്ഥന അനുമതി യോഗ്യതയാൽ, ഇതൊന്നുമല്ല അതിനേക്കാളും ഈശോയുടെ കുരിശുമരണത്തിന്റെ ഉദ്ധാനത്തിന്റെ യോഗ്യതയാൽ പരിശുദ്ധ നമ്മുടെ പ്രത്യേക മധ്യസ്ഥരെ ആശീർവദിക്കുമ്പോൾ അങ്ങനത്തെ രോഗപീഠകൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശരീരം വിട്ടുമാറി ശരീരം നോർമൽ ആകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. അതുപോലെ തന്നെ അതികഠിനമായ ചുമ മൂലം അത് മൂർച്ഛിച്ച് കർത്താവ് ബോധം കെട്ടു വീഴുന്നു. അതുപോലെ തന്നെ അവ എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ കേട്ട വചനം പാലിക്കാൻ വേണ്ട ഒരു കൃപ നിറയട്ടെ. കഷ്ടതകൾ നല്ലതാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വരട്ടെ എന്ന് ആശീർവദിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടിയുണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.